ഈ ബൈജു കൊട്ടാരക്കര എൻ്റെ പഴയ സുഹൃത്താന്ന് വർഷങ്ങളായിട്ടില്ല, ബന്ധാന്ന് ബൈജു ആയിട്ടില്ല. ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ, അതും എറണാകുളം പോലത്തെ ഒരു സ്ഥലത്ത് ഇത്രയും ജനങ്ങളെ വെച്ചിട്ട് ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചതിന് ബൈജുവിന് എത്ര അനുവദിച്ചാലും മതിയാവില്ല. കണ്ടു ഒരു രാഷ്ട്രീയ കക്ഷിൻ്റെ പിൻബലമില്ലാതെ, ഒരു സംഘടനയുടെ പിൻബലമില്ലാതെ ഇത്രയും വലിയ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച ബൈജുവിനെ ഞാൻ അനുമോദിക്കുന്നു. എൻ്റെ എല്ലാ സഹായങ്ങളും ഞാൻ വാഗ്ദത്തം കൊടുക്കുകയും ചെയ്തു. ഈ കേസിൽ നിന്ന് ചാനൽ ചർച്ചകളിലും മറ്റുമൊക്കെ പോകുമ്പോൾ ഓരോ അഭിഭാഷകരും ഒക്കെ പറയുന്ന, ജയശങ്കറിനെ പോലെയുള്ള ആളുകളും ഒക്കെ പറയുന്ന ചില നിയമവശങ്ങളും ഒക്കെ കേട്ട് സുഹൃത്തുക്കളായ അഡ്വക്കേറ്റ്സിനോടൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ സെൻകുമാർ സാറിൻ്റെ പേരിൽ നേരത്തെ ഒരു വിധി ഉണ്ടായിട്ടുണ്ട് സുപ്രീം കോടതിയിൽ നിന്ന്. വെറും 43 ദിവസം മാത്രം ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സമയം ഉണ്ടായിരുന്ന സമയത്ത് ഇതിന്റെ മേൽനോട്ട ചുമതലയിൽ ഉണ്ടായിരുന്ന ADGP ശ്രീജിത്തിനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റണമെങ്കിൽ അതാരുടെ താല്പര്യമാണ്? അതും ആ സമയക്രമം കഴിയാതെ ഇത്രയും പ്രമാദമായ വിവാദമായ ഒരു കേസിൽ നിന്ന് ശ്രീജിത്തിനെ മാറ്റിയെങ്കിൽ ആർക്കൊക്കെയോ നേട്ടം കൊയ്യാനും ഈ കേസിനെ തകർക്കാനും വേണ്ടി തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ പിന്നെ ഈ അന്വേഷണത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ശ്രീജിത്തിനെ മാറ്റാൻ വേണ്ടി മറ്റൊരു കാര്യം കൂടി ചെയ്തു. ഈ ശ്രീജിത്തിനെ മാറ്റുന്നതിന് 10 ദിവസം മുമ്പ് ഇവിടെ രാമൻപിള്ളയുടെ കൂടെ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് ബിൻസിനെ കൊണ്ട് ഒരു പരാതി ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തു. ചീഫ് സെക്രട്ടറിക്ക് കൊടുത്ത പരാതി അതെന്താണ്? അന്വേഷണ ഉദ്യോഗസ്ഥർ വക്കീലന്മാരെ പീഡിപ്പിക്കുന്നു. പിന്നെ ബൈജു പൗലോസിൻ്റെയും ADGP ശ്രീജിത്തിൻ്റെയൊക്കെ പണി രാമൻപിള്ളയെയും കൂടെയുള്ള വക്കീലന്മാരെയൊക്കെ പീഡിപ്പിക്കലായിരുന്നു. അങ്ങനെ പീഡിപ്പിക്കുന്നുള്ള പരാതിയാണ് കൊടുത്തത്. അത് കൊടുത്ത് 10 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നും മാറ്റി. അന്ന് വളരെ വിഷമത്തോടെ TV ചാനലുകളിൽ വന്നിരുന്നു പറഞ്ഞ, TV മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ഇന്റർവ്യൂ കൊടുത്ത ശ്രീജിത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ മൊത്തത്തിലൊന്ന് മാറി മറ്റൊരു ഇന്റർവ്യൂ കൊടുത്തു. സർക്കാർ അങ്ങനെയൊന്നുമല്ല ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. സർക്കാരിനെ കുറ്റം പറയുകയല്ല, പക്ഷേ ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിച്ചിരിക്കുന്നു. കാരണം ഒബേ ദ ഓർഡർ ഞാൻ നേരത്തെയും പറഞ്ഞു, അതാണ് ശ്രീജിത്തും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കുപ്പായം രക്ഷിക്കാൻ, ഇനിയുള്ള പ്രമോഷനൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കിട്ടാൻ അദ്ദേഹവും അതിന് അവരോടൊപ്പം നിന്നു. അല്ലെങ്കിൽ അദ്ദേഹം വളരെ സങ്കടത്തോടെ ഈ അന്വേഷണത്തിൽ നിന്നും മാറി നിന്നു എന്നുള്ളതാണ് സത്യം. അതിനെയാണ് ഞാൻ കോടതിയിൽ ചോദ്യം ചെയ്തത്. ഇത്രയും ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ മാറ്റിയാൽ മാനമൊന്നും ഇടിഞ്ഞു വീടില്ലല്ലോ. കോടതിക്ക് ഈ കേസ് തീർക്കാൻ ഒരു 2 മാസം കൂടി സമയം കൊടുത്താൽ ഇവിടെ എന്താ വെള്ളപ്പൊക്കം ഉണ്ടാവുമോ? ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന്, ചില ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ ഭാഗത്ത് നിന്ന്, ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന്, ഇവിടെ നിന്നുമൊക്കെ ഉണ്ടാകുന്ന അവഗണന വളരെ വലുതാണ്. ഇങ്ങനെ ഒരു അഴകുഴമ്പൽ രീതിയിൽ ഈ കേസ് കൊണ്ടുപോകാനാണ് ശ്രമമെങ്കിൽ അത് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ആരും സമ്മതിക്കില്ല. സമ്മതിക്കുമോ? നമ്മൾ ആരെങ്കിലും സമ്മതിക്കുമോ? No, I'm very happy. See, ബൈജു വളരെയധികം എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്നൊരു വ്യക്തിയാണ്. പക്ഷേ നിഷ്കളങ്കനാണ്, ഉള്ളിൽ കള്ളമൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങളിൽ കുറേ what do you say this സ്റ്റഫ് ഉണ്ടെന്ന് എനിക്കറിയാം. ബിക്കോസ് ഐ ഹവ് നോൺ ഹിം ഫോർ സോ ലോങ്. ഞാൻ വളരെ ചെറിയ പ്രായം മുതൽ ജോലി ചെയ്യുന്നതാണ്. സോ ഐ അണ്ടർസ്റ്റാൻഡ് എ ലോട്ട് ഓഫ് ഇറ്റ്. പറയുന്നത് കുറച്ച് റഫായിട്ടായിരിക്കാം, പക്ഷേ ഞാനും അങ്ങനെ തന്നെ ഒരു വ്യക്തിയാണ്. സോ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എ ലോട്ട്. ബട്ട് ഐ ഓണസ്റ്റ്ലി ഫീൽ ദാറ്റ് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ, അതുപോലെ നിരവധി കണക്റ്റഡ് കേസസിലും കുറച്ചുകൂടെ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് ഈ സംഭവങ്ങൾ എത്തിക്കാൻ വലിയ പങ്കാണ് ന്യൂസ് ഗ്ലോബ് TV വഹിച്ചിരിക്കുന്നത്. അതും അതാ സമയം TV യിൽ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളത് കാണിക്കുന്നു. നിങ്ങൾ തന്നെ ആ ഒരു കേസിന് വഴിത്തിരിവായി മാറുന്നു, അതിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്നു. ആ ഒരു ധൈര്യം, പൊതുവെ മനുഷ്യരിൽ ധൈര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ധൈര്യം എവിടെ കണ്ടാലും ഐ എം എ ബിഗ് സപ്പോർട്ടർ ഓഫ് ദാറ്റ്. സോ മൈ ബെസ്റ്റ് വിഷസ്. അത് എന്താ കറക്റ്റായ രീതിയിൽ തന്നെ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം
ന്യൂസ് ഗ്ലോബ് TV മുന്നോട്ട് കൊണ്ടുപോകും എന്ന വിശ്വാസത്തോടെ. പിന്നെ ജനകീയ കൂട്ടായ്മയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഇങ്ങനെ? ഒബ്വിയസ്ലി ലൈക്ക് ഐ സെഡ്, ജീവിതത്തിൽ ചില കാര്യങ്ങൾ വളരെ ശക്തമായി എന്നെ ആസ് എ ഹ്യൂമൻ ബീങ് എഫക്റ്റ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ എഫക്റ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ, ഒരു കാര്യം ഇതാണ്, ഇതുപോലത്തെ സിമിലർ സ്റ്റാഫ്. സോ ഡെഫിനറ്റ്ലി ഒരു സൈഡിൽ നിന്നും ഒരു ആക്ഷനോ ഒരു മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു തെറ്റായ രീതിയിൽ പോകുന്നതെന്ന് തോന്നുമ്പോൾ മറ്റേ സൈഡിൽ പ്രതികരിക്കുക എന്ന് മാത്രമാണ് നമ്മളുടെ ഒരു ആൻസർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടണം. എനിക്ക് വീട്ടിലിരുന്ന് വേണമെങ്കിൽ സോഷ്യൽ മീഡിയ 2 പോസ്റ്റ് ഇടാം, പക്ഷെ അത് പോരാ. അത് നേരെ വന്ന് ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് എല്ലാവരെയും അറിയിക്കണം. ഐ വോണ്ട് പീപ്പിൾ ടു നോ ദാറ്റ് ഐ ആം വിത്ത് ദിസ്. എൻ്റെ ശബ്ദം ഐ വോണ്ട് പീപ്പിൾ ടു ഹിയർ ഇറ്റ്, യു നോ, ബിക്കോസ് ഐ ബിലീവ് ദാറ്റ് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് വി നീഡ് മോർ പീപ്പിൾ ടു സ്പീക്ക് അപ്പ്. എല്ലാവരും അവരുടേതായ റോള് ചെയ്താൽ മേ ബി ഒരു ചെറിയ മാറ്റം വേണമെങ്കിൽ നമ്മൾ പ്രതികരിക്കണം. ചേഞ്ച് നീഡ്സ് റിയാക്ഷൻസ്. സോ ഐ എം ജസ്റ്റ് ട്രൈ ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ്. ഇതിനൊക്കെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്? എല്ലാത്തിലും റിസൾട്ട് വരും. അത് നല്ല റിസൾട്ടാണോ ചീത്ത റിസൾട്ടാണോ എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇഷ്ടപ്പെടുന്ന റിസൾട്ടാണോ ഞാൻ ഇഷ്ടപ്പെടാത്ത റിസൾട്ടാണോ, റിസൾട്ട് എന്തായാലും വരും.